പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Praise God for this opportunity that God has given me to worship along with you and also to minister from God's word. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയുടെ ഒരു ഭാഗമായി എൻ്റെ യാത്രയിൽ പ്രൈസ് ലോർഡ് ഈ ഡാളസിലുള്ള പ്രൈസ് ലോർഡ് ഞങ്ങൾ ചുരുക്കം ചില ദിവസങ്ങളിൽ അമേരിക്കയിൽ വന്ന സമയത്ത് നിങ്ങളോട് കൂടെ കർത്താവിൻ്റെ സഭയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾ അവസരം ദൈവം ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. I'm grateful before the Lord while we are here for a few days in the US that we get to worship along with you and spend these precious moments together. ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ VP എബ്രഹാം അവരുടെ കുടുംബങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേകമായിട്ട് ദൈവത്താൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസൻസ് എനിക്ക് വളരെ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നിരിക്കുന്നു. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. I want to convey my greetings to the lead pastor and also to every servant of the Lord that your presence is a great blessing to me, and I praise God for this fellowship we have together. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ സഹോദരി രുഹാമയോട് ചേർന്ന് അളിയൻ സൈച്ചാനോട് ചേർന്ന് കർത്താവിനെ പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. As you know, Ruha is my sister and Sajid Abraham is my brother-in-law, and I praise God that we get to worship together this morning. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ, എൻ്റെ പിതാവ് പാസ്റ്റർ PG മാത്യൂസ് കുമ്മനാട് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രൈസലോ അവിടെ ആയിരിക്കുന്നല്ലോ. പ്രത്യേകമായി എൻ്റെ പിതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവന്ദനങ്ങളെ ഈ തരുണത്തിൽ സഭയെ അറിയിക്കുന്നു. Some of you might know my father, Pastor PG Matthews. He is in Kerala serving the Lord, and I also want to bring his greetings to you. ഇവിടെയുള്ള ദൈവമക്കൾ പല പ്രിയപ്പെട്ടവരെയും അടുത്ത് പരിചയപ്പെടുവാനും ഒക്കെ ഭാഗ്യം കറങ്ങിയ ചില ദിവസങ്ങളിൽ ചില ഭവനങ്ങളിൽ പല പ്രിയപ്പെട്ടവരും വിളിച്ചെങ്കിലും വളരെ ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് പല ഭവനങ്ങളിൽ പോകാൻ സാധിച്ചില്ല. ചിലർ ഭവനങ്ങളിൽ പോകാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നൽകി തരുന്ന നല്ല കൂട്ടായ്മകൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. In the past few days I had the opportunity to meet with a few people and get connected with you, and it was very precious to me, and I look forward to seeing you and being connected with you. ഇവിടെയുള്ള ദേവദാസന്മാർ, എനിക്ക് തോന്നുന്നത് പാസ്റ്റർ ഷാജി കാരക്കൽ ദേവദാസൻ്റെ മെസ്സേജൊക്കെ ഞാൻ ഒത്തിരി നാൾ കേട്ടിട്ടുണ്ട്. നാട്ടിലായിരുന്ന സമയത്ത് ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തത് ഞാൻ ഇന്ന് പോലെ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. I also remember Pastor Shaji Karakal and the word that he spoke in the past. It has been a blessing to me, and also the fellowship we had back in India. ഇന്ന് പകലിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് ഉള്ളതിനായി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു. I praise God because God's presence is among us this morning. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തിന് How many of us are glad in the presence of the Lord? അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധന ദൈവം നമുക്ക് തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. Praise God that God gave us a wonderful worship this morning. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. The Spirit of God will speak to us. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. The Spirit of God will speak to us. ഇവിടെ ആരാണ് സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനമാണ് നമ്മളോട് ഇടപെടാൻ പോകുന്നത്. Priority is not given to the human voice but to the voice of the Spirit. വചനം ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുവാൻ തക്കോണം ഇടയായി. And wherever the word of the Lord is, there we see the deliverance of the Lord taking place. പ്രൈസ് ദി ലോർഡ്. ശക്തമേറിയ ദൈവിക മാറ്റത്തിന് വേണ്ടി ഇന്ന് പകൽ ദൈവം നമ്മളെ ഒരുക്കാൻ പോകുന്നതാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷകൾ ദൈവം അങ്ങനെ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And it is my prayer that as the word is being spoken, there would be a transformation of heart and life in the presence of God. അടിയന് കുടുംബമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ ഏകദേശം 20 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. And God has given us the privilege to be in Australia for the past 20 years serving the Lord. അവിടെ പ്രൈസ് ദി ലോർഡ് ബ്രിസ്ബൻ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൈസ് ദി ലോർഡ് ഗ്ലോറിയസ് ലൈഫ് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഞങ്ങൾ അവിടെ സഭ സ്ഥാപിക്കുവാനും ആ സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. And in a city called Brisbane, we are over there. We've been serving the Lord at a church there. അവിടെയുള്ള ദൈവസഭകൾ, പ്രത്യേകിച്ചും ചർച്ച് ഓഫ്
നായ്റ്റ്ഹുഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. And God has enabled us to serve in leadership position with Church of God organization and serve the Lord. അപ്പോൾ തന്നെ ഇവിടെ PCNAC പോലെ അവിടെ ഓസ്ട്രേലിയ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ചസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശക്തമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി രാജ്യങ്ങളെ ദൈവം ഒരുക്കുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. And similar to PCNAC over here, there is an Australian United Pentecost organization over there, and God has put me in a place of position and leadership, and God has enabled me to serve in those places. Praise the Lord. ഓസ്ട്രേലിയയിൽ വന്നവരാരെങ്കിലും ഉണ്ട് എന്ന് കരം ഉയർത്താമോ? If you have been to Australia, would you raise your hands? ചിലരുടെ കരം കാണുന്നുണ്ട്. കേട്ടിട്ടുള്ളവരൊന്ന് കരം ഉയർത്തിക്കാട്ടെ. I see a few hands, but if you have heard, can you lift your hands? Praise the Lord. Amen. Hallelujah. നല്ലൊരു സ്ഥലമാണ്. Praise the Lord. ഒത്തിരി ദൈവമക്കൾ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. പണ്ട് USA വന്നതുപോലാണ് ഇന്നിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് അനേകർ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. And it's a wonderful land. Many people of God migrate over there. Just they would migrate to the land of US. They would be migrating to Australia as well. നിങ്ങളുടെ സഭയിലുള്ള ആരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. കാരണം പാസ്റ്ററും കമ്മിറ്റിയും ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുന്നതിനേക്കാളും നല്ലത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ദേശത്തെ ഓർത്ത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന വിസിറ്റിങ്ങിന് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. I'm not inviting any of you to come over there. I don't want to cause any sorrow to pastor or the board, but I want you to come and visit us if it is possible. കഴിഞ്ഞ 20 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തു. 2004 ഞാൻ പഠിക്കുവാൻ ദൈവവചനം പഠിക്കുവാൻ ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം 2007 ആ പട്ടണത്തിൽ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. In 2003, I went to the land of Bangalore to study God's word, and God started a ministry in 2007. It has been growing. നമുക്കെല്ലാവർക്കും ഇന്നത്തെ പകല് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9-ാം അധ്യായം Acts chapter 9. അതിൻ്റെ 36 മുതലുള്ള വാക്യം നമുക്കൊന്ന് ചേർന്നൊന്ന് വായിക്കാം. Verse 36. നമുക്ക് താങ്ക് യു അമ്മേ. നമുക്ക് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ബൈബിൾ തുറന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നൊന്ന് വായിക്കുവാൻ. If you open your Bibles to Acts chapter 9 verse 36, we're going to read it together. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 43 വരെയുള്ള വാക്യം നമ്മളെല്ലാവരും ചേർന്ന് ഉറക്കെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. Acts 9:36 through 43, we're going to read it together out loud. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണം എന്ന് അപേക്ഷിക്കുവാൻ 2 ആളുകളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്ന് എത്തിയപ്പോൾ അവരെല്ലാവരും അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവന്മാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ച് കൊണ്ട് അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന് നേരെ തിരിഞ്ഞു തബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു. അവൻ കൈകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവളുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടി വളരെ നാൾ യോപ്പയിൽ പാർത്തു. ഞങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ വചനം സത്യവചനമാണല്ലോ, നിത്യവചനമാണല്ലോ. ആ വചനത്തിന്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകലിൽ കർത്താവ് വചനത്തിലൂടെ വ്യാപരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ കർത്താവ് ഡാളസ് അസംബ്ലീസ് ഓഫ് ചർച്ചിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഈ ഭാഗം എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണല്ലോ. We all are very familiar with this passage.
പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രത്യേകിച്ചും അപ്പോസ്തല പ്രവൃത്തിയുടെ പശ്ചാത്തലം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്ന് നമ്മൾ വായിക്കുന്നെങ്കിലും ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. Although we know the book's name as Acts of the Apostle, but in reality this is the act of the Holy Spirit. യേശു കർത്താവ് എന്ത് പറഞ്ഞു നിർത്തിയോ അത് അവിടുന്ന് തുടരുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. Wherever Jesus stopped his words and actions, there the Holy Spirit begins to continue and move forward. ഇന്ന് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ യേശു കർത്താവിനെയാണ് സഭയിൽ ഉയർത്താൻ പോകുന്നത്. If Holy Spirit wants to do anything, is to lift the name of Jesus in the church. പഴയ നിയമത്തിൽ നിഴലായി അവർ ഉയർത്തിയെങ്കിൽ ഇത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് സഭയുടെ മധ്യേ യേശു കർത്താവിനെ ഉയർത്തുന്ന സമയമാണ്. If we see a foreshadow of Christ in the Old Testament, in the New Testament through the Holy Spirit, Jesus is visibly glorified in the church. ദൈവസഭയെ ദൈവമാക്കിയിരിക്കുന്നത് എന്തിനാണ്? Why has God kept the church? യേശു കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. To lift the name of Jesus. വേറൊരു നാമത്തെയല്ല ഉയർത്തുവാനുള്ളത്, യേശു കർത്താവിനെയാണ് Not to ഉയർത്തുവാനുള്ളത്. lift any other name but the name of Jesus. നമുക്ക് എന്തിനാണ് കുടുംബജീവിതം നൽകി തന്നിരിക്കുന്നത്? Why has God given us a family life? എന്തിനാണ് നല്ല ജോലി നൽകി Why has തന്നിരിക്കുന്നത്? He given us good jobs? നമുക്ക് എന്തിനാണ് നല്ല കുടുംബം നൽകി തന്നിരിക്കുന്നത്? Why good families? എന്തിനാണ് നല്ല സഭ Why has He തന്നിരിക്കുന്നത്? provided us with a good church? എന്തിനാണ്? ഒറ്റ കാര്യം, യേശു കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. One reason alone, that Jesus needs to be ചില glorified. ആൾക്കാർ പറയാറുണ്ട്, യുഎസിൽ ഞങ്ങൾ കുടുംബങ്ങളായി വന്നവരാണ്, And some people say we have come as a family. ഞങ്ങളുടെ പിതാക്കന്മാർ വന്നവരാണ്, Our fathers came before ഞങ്ങൾ us, അങ്ങനെ സെറ്റിലായവരാണ്. and we have settled down here. ചില ആൾക്കാർ പറയും ഞങ്ങൾ സ്കിൽഡ് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്. Some people say we came in as skilled workers to this ചിലർ land. പറയും IELTS എഴുതി വന്നവരാണെന്ന്. Some people say we have given the language entrance test and പക്ഷെ come here. കർത്താവിനെ സേവിക്കുന്ന ദൈവങ്ങൾ പറയും ഇവിടെ വന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടിയാണ് അമേരിക്കയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. But true believers would say, God has brought me to the land of US to lift the name of Jesus and glorify Him. Amen. സ്വോത്രം 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 സ്വോത്രം. ഒന്ന് കർത്താവിനെ ഒന്ന് സ്വോത്രം ചെയ്താട്ടെ. Can we glorify the name of Jesus? സാമ്പത്തികം നൽകി തന്നത് എന്തിനാ? കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. Why has He given us finances? To glorify His name. കുടുംബജീവിതം എന്തിനാണ് നൽകി തന്നത്? കർത്താവിനെ ഉയർത്താൻ Why വേണ്ടിയാണ്. has He given us a family life? To glorify His name. നല്ല ബന്ധങ്ങളെ നൽകി തന്നത് എന്തിനാണ്? കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. Why has He given us good relationships? To glorify His name. അപ്പോസ്തലന്മാരെ എന്തിനാണ് ശുശ്രൂഷയ്ക്കാക്കിയത്? യേശു കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. Why were the apostles ordained for ministry? To glorify the name of നമ്മൾ Jesus. രാജ്യത്തെയല്ല ഉയർത്തുന്നത്, നമ്മുടെ കർത്താവിനെയാണ് ഉയർത്തുന്നത്. We are not lifting the name of a nation, we are lifting the name of Jesus Christ. നമ്മുടെ സംവിധാനങ്ങളെയല്ല ഉയർത്തുന്നത്, യേശുവിന്റെ നാമത്തെയാണ് ഉയർത്തുന്നത്. We are not lifting up constitutions, we are lifting the name of Jesus up. ആ രണ്ട് കരം ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. Can we lift our hands and glorify the name of the Lord? Every hand be raised in glory to the Lord. Hallelujah. Every hands for the name of ആ Jesus. നാമത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകാൻ As we lift the പോവുകയാണ്. name of Jesus, we see the deliverance of Jesus coming into our ആ lives. കരം ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ദൈവ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. As we lift the name of Jesus, hallelujah, we see the Lord coming down into us in His presence. പ്രസംഗങ്ങൾ കൊണ്ട് കഴിയാത്തത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് തീർക്കുന്നതിനായി സ്തോത്രം What cannot be ചെയ്യട്ടെ. done or moved through sermons would be done by the presence of Jesus. നമ്മുടെ കഴിവ് കൊണ്ട് കഴിയാത്തത് ദൈവസഭയെ ദൈവം തീർക്കുന്നതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. What cannot be done with our abilities would be done by the presence and the name of the Lord. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. ഇവിടെ നാം കാണുന്ന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവസഭയ്ക്കുള്ളിൽ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മൾ കാണുവാനിടയായി തീരുന്നത്. And the context that we see here in the read passage is a certain death has occurred in a church. ഇതിന്റെ ടൈറ്റിലായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ 38ന്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. Verse 38. ഒന്ന് പറഞ്ഞാട്ടെ, ലുദ്ദ യോപ്പയ്ക്ക് സമീപമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, Lydda ലുദ്ദ. was near Joppa. ഒന്ന് പറഞ്ഞാട്ടെ, ലുദ്ദ Lydda യോപ്പയ്ക്ക് സമീപമാണ്. ഉറക്കെ was പറഞ്ഞാട്ടെ, near Joppa. ലുദ്ദ Lydda യോപ്പയ്ക്ക്
സമീപമാണ്. was near Joppa. ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? ദൈവദാസന്മാർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. I believe that the Lord will do certain things among ദൈവം us. നിന്നെ ദൈവസഭയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവപ്രവൃത്തിക്ക് അടുത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. If God has brought you to the church, God has brought you to the work that He wants to do. ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാരുടെ ഒരു മിടുക്കൊണ്ട് ഒന്നും നടക്കത്തില്ല. ഒരു മൂക്കിപ്പനി പോലും ചെയ്തു കേൾക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഓർക്കണം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ അറിഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. No pastor over here can do anything for us, but if we trust in the name of the Lord, we will see the deliverance of the Lord. ഇവിടെ വലിയൊരു മരണമാണ് നമ്മളിവിടെ കാണുന്നത്. We see a great death happening here. സഭയിൽ മരണം സംഭവിക്കുമോ? Can death occur in a church? സഭയിൽ സാധാരണ എല്ലാം അത്ഭുതം, അടയാളവും വിടുതലുമാണല്ലോ നടക്കുന്നത്. Normally it should be signs and wonders in a church. ഒരാൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, വലിയ അത്ഭുതവും മരിച്ചവരെ ഉയർപ്പിച്ചില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ ആരും കുഴിച്ചിടരുതെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. Someone said, even though we don't raise anyone who is dead, I hope that we don't bury anyone who is alive. ആരും ചിരിക്കുന്നില്ല. Praise the Lord. Hallelujah. സാധാരണ അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. Praise the Lord. പക്ഷേ ഓർക്കണം, ഇവിടെ സഭയിൽ നടക്കുകയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിലാണ് ഇപ്പോൾ സഭ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. And church is going through circumstances that we cannot think of. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ലെവലിലേക്ക് സഭ പോകുകയാണ്. And is going into a situation that we cannot solve. വ്യക്തികളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. People's thoughts are changing. അവർ വന്ന് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് പോകുകയാണ്. അവർ ഷെയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. We look at people and on the outside they look happy, they are smiling. പക്ഷേ അവരുടെ ഹൃദയങ്ങളിൽ മരണത്തിന്റെ വാസന ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. But in their hearts there are death-like situations. ദൈവദാസന്മാർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? Can the ministers of God do anything? സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? Can the church do anything? സഭ എല്ലാവരും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. And church is facing a certain opposition. മനസ്സുകളെ നിയന്ത്രിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. And only God can control hearts. കുടുംബങ്ങളെ നിയന്ത്രിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. Families can only be controlled by Jesus. യഥാർത്ഥ സ്നേഹം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. Only Jesus can show true love. ഇന്ന് ദൈവസഭ യേശുവിനെ ഉയർത്തുകയാണെങ്കിൽ യേശു കർത്താവിന് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. If the church is willing to lift the name of Jesus, there is nothing too difficult for Jesus to do. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണം സഭയിൽ നടക്കുകയാണ്. Here is an unexpected death that occurred in the church. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? വളരെ സൽപ്രവർത്തികൾ ചെയ്യുന്ന, ധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സഹോദരിയാണ് നമ്മൾ ഇവിടെ കാണുവാനിടയായിത്തീരുന്നത്. We see a sister who has been contributing to the life of church and charity all around. ഇവൾ ഒത്തിരി സൽപ്രവർത്തികൾ ചെയ്യുന്നവളാണ്. She was involved in doing good things. സൽപ്രവർത്തികൾക്കായിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. God has called us for good works. സൽപ്രവർത്തി കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. No one goes to heaven because of good works. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സൽപ്രവർത്തികൾ ചെയ്തിരിക്കും. But believers who are saved will do good works. സ്തോത്രം, സ്തോത്രം, Amen. സ്തോത്രം. Hallelujah. സൽപ്രവർത്തികൾ ചെയ്തിരിക്കും. Will do good works. വലതുകാരം ഒന്ന് ഉയർത്തിക്കാട്ടെ. If you can lift your right hand. അനേക സൽപ്രവർത്തിയുടെ കരങ്ങളാണ് ഞാൻ കാണുന്നത്. I see hands of good works. നിങ്ങളുടെ കരം സൽപ്രവർത്തിയുടെ കരമാണ്. Your hands are hands of good works. നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് തൊടുമ്പോൾ തന്നെ ആ സൽപ്രവൃത്തി വ്യാപരിക്കുകയാണ്. And as you touch others, the good works is spread there. സിസ്റ്ററെ, ബ്രദറെ എന്തുണ്ടെന്ന് ചോദിച്ച് കൈ ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ അവിടെ സൽപ്രവൃത്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. And as you have that communication and relationship with others, seeking others, there is a good work that is spreading. ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സൽപ്രവൃത്തികൾക്ക് നിങ്ങൾ കരം കൊടുക്കുകയാണ്. As you stretch your hands to give to the church, you are doing good work over there. ഇവിടെ എടുത്തു പറയുകയാണ് ഇവൾ ചെയ്യുന്ന കാര്യം. ഇവൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് എടുത്തു പറയുകയാണ്. But here in this narrative, it is mentioned outright that she was involved in good works. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒത്തിരി
ദാനങ്ങളെ തന്നിട്ടുണ്ട്. God has given us many gifts. അനേകർക്ക് ദൈവം ഹല്ലേലൂയ കൃപാവരങ്ങളെ പറ്റി കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. അനേകർക്ക് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഫലങ്ങളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. Man of God was talking about the gifts of the Spirit, but God has also given us fruit of the Spirit. പക്ഷേ ഇവിടെ എപ്പോഴാണ് ഇതിനെ തിരിച്ചറിഞ്ഞു ചോദിച്ചാൽ ആളുടെ മരണം സംഭവിച്ചപ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ ഇവൾ ചെയ്തത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന്. But when did the church discern that she was involved in good works? Only after her death. ചില ഭാര്യമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ചില Some wives would say ഞാൻ അങ്ങ് ഇല്ലാതാകുമ്പോൾ അച്ഛൻ അനുഭവിക്കുമെന്ന്. that you will know, husband, when I am no more. ചില പ്രിയപ്പെട്ടവരെ ഞാൻ സഭയില്ലെങ്കിൽ സഭ നടക്കുന്നൊന്ന് കാണട്ടെ ചിലർ പറയാറില്ലേ? And some believers would say, I want to see how the church would function without me. കാരണം നിങ്ങളുടെ അഭാവം സഭയ്ക്ക് വലിയൊരു വിള്ളല ഉണ്ടാകുന്നത്. Because your absence in our imagination would be a tremendous loss for the church. ചില ആൾക്കാർ പറയാറുണ്ട് സഭയിൽ മരണമുണ്ടോ എന്ന് ചോദിച്ചാൽ മരണം സംഭവിച്ചില്ല, പക്ഷേ ഹല്ലേലൂയ പണ്ട് ആക്റ്റീവായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാണ് ഇന്നിപ്പോ ഒന്നും ചെയ്യുന്നില്ല. And if you ask the church would say, has any death taken place? And they would say no, but people who were active once are no longer active in church. പണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. And in the previous days they would be very enthusiastic about things. അമേരിക്ക രണ്ട് പെട്ടിയുമായിട്ട് വന്നപ്പോൾ ഭയങ്കര ദൈവസ്നേഹമായിരുന്നു. And in America when they first came, they were full of the love of God. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കാലത്ത് ആത്മാക്കളെ നേടാൻ ഓടി നടക്കുമായിരുന്നു. And when they were first baptized, they would run around seeking souls that would come to the Lord. പക്ഷേ ഇന്ന് ചോദിച്ചാൽ ഒന്നിനും പ്രയോജനമില്ലാതിരിക്കുകയാണ്. But today they are of no use. ചില ആൾക്കാർ പറയും പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചിലത് ചെയ്യത്തുള്ളൂ. And some people would say, I would only do things if I have a position in church. ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറയും. If I'm a secretary, I would do everything. എന്നെ അസോസിയേറ്റ് പാസ്റ്റർ ആക്കിയാൽ എല്ലാം ചെയ്യാന്ന് പറയും. If I'm an associate pastor, I will do everything. ചില ആൾക്കാർ പറയും എന്നെ കമ്മിറ്റി മെമ്പർ ആക്കിയാൽ ഞാൻ ചിലത് ചെയ്യുമെന്ന് പറയും. Some people would say, if you make me a committee member, I would do everything. ഒരു പൊസിഷനും ആവശ്യമില്ല. ദൈവം നിനക്ക് തന്ന സൽപ്രവൃത്തി ചെയ്യാൻ ഒരു പൊസിഷനും ആവശ്യമില്ല. You don't need any position to do the good works to which you are called. ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? ചില കുഞ്ഞുങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില മാതാപിതാക്കൾ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. And as some parents come for the children. കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. If children are there, we will come. കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. If children get opportunity, we will come. അവർക്ക് അവസരമില്ല ഞങ്ങൾ വരത്തില്ല. If children don't get opportunity, we won't അവർ come. റോസ്റ്ററിനകത്തില്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ല. If they are not on the roster, we won't come. അവർ പിടിക്കുന്ന മൈക്രോഫോണിന് ശബ്ദം കുറഞ്ഞെങ്കിൽ അവർ സഭയിൽ വരത്തില്ല. And if the microphone they hold is of lesser volume, they won't come to church. നിങ്ങൾ ഓർക്കും കമ്മിറ്റിക്കാർ എന്നോട് ഇതെല്ലാം പറഞ്ഞെന്ന്. And you would imagine it would be the people of the committee who told me this. ഇതുപോലൊരു സഭയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. I also lead a church. എല്ലായിടത്തും ഒരേ ആടുകളാണ്. And we see the same kind of sheep everywhere. ഒരേ ക്യാരക്ടറാണുള്ളത്. Almost the same character in every church. അവിടുത്തെ സഭ ഇവിടുത്തെ സഭയൊന്നും മെച്ചമൊന്നും പറയാനൊന്നുമില്ല. And I cannot say this church or that church is better. ഞങ്ങളുടെ സഭ ഉയർന്ന സഭയാ നിങ്ങളുടെ സഭ ചെറിയ സഭയൊന്നും പറയാനൊന്നുമില്ല. I cannot say my church is better or your church is lower. അവിടെ മരണം നടന്നു ഇവിടെ നടക്കത്തില്ലെന്ന് പറയാനൊക്കത്തില്ല. And I cannot say the death has happened over there, death won't be happening here. സഭയാണ് ദൈവം ശുശ്രൂഷിക്കുവാൻ ദൈവദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. It's the same church that God has entrusted to his servants. 10 മിനിറ്റ് കൊണ്ട് മെസ്സേജ് പാഠങ്ങൾ തീരുമാനിക്കാം, പക്ഷേ ചില കാര്യങ്ങൾ ഇന്ന് ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. I can close my sermon in 10 minutes, but the Lord wants to speak to us truly this morning. അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുവാൻ Opportunities may be given, may not be given, but you do the good works the Lord has asked you. ദൈവമാക്കി വെച്ചിരിക്കുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. Church has been called for such a task. നിന്റെ പ്രാർത്ഥന എന്ന സൽപ്രവൃത്തി എവിടെ പോയി? Where is prayer, the good work to which you are called for? മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സൽപ്രവൃത്തി എവിടെ പോയി? Where is offering to which you are called for? ഇന്നലെ മറ്റുള്ളവരോട് ദൈവസ്നേഹത്തെ പറയുന്ന സൽപ്രവൃത്തി എവിടെ പോയി? Where is the good work to which God has called you? ഇന്ന് മരിച്ചിരിക്കുന്ന ചിലരുണ്ടെങ്കിൽ ഓർത്തോണം, തിരിച്ച്
നീ ജീവൻ പ്രാപിക്കേണ്ട ഒരു സീസണിലേക്ക് ദൈവം വന്നിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെടുന്നതിന് മുൻപേ ചതഞ്ഞോടെ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയുകയില്ല. ഇന്ന് ചിലവരോടല്ലെങ്കിൽ ഒരു ദൂത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. And if you are here sitting as if someone who is dead, let me tell you, it is trying to come back to the heart of God and do what God wants us to do, because He is not someone who would quench a smoking reed or smoking flask. സഭയിലെ മിനിസ്ട്രിക്കൊന്നും ഒരു മരണം വരുവാൻ പാടില്ല. And no ministry should be stopped in the church. സഭയുടെ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് മരണം വരുവാൻ പാടില്ല. The outreach ministry of the church should not be stopped. സഭ സുവിശേഷകരെ അയക്കുന്നതിൽ മരണം വരുവാൻ പാടില്ല. No death should occur in the ministry to which God would send His people from the church. സഭയിൽ ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മരണം വരുവാൻ പാടില്ല. In the works of the Holy Spirit to be revealed in the church should not be dead. നമ്മൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്കല്ല, നമ്മൾ ജീവനിൽ നിന്ന്, ഒന്ന് പറഞ്ഞേ, ജീവനിൽ നിന്ന് ജീവനിലേക്ക്, ഒന്ന് പറയട്ടെ, ജീവനിൽ നിന്ന് ജീവനിലേക്ക്, ഉറക്കെ പറയട്ടെ, ജീവനിൽ നിന്ന്. We are not called to move from death to death, but from life to life. Let life flow in the church of God. ആത്മീക മരണം സംഭവിച്ച നേരം കൊണ്ട് സഭയിലുണ്ട്. There are people sitting here with spiritual deaths in their life. കർത്താവിന്റെ വചനപ്രകാരം ഹല്ലേലൂയ തങ്ങളെ തന്നെ ക്രമീകരിക്കാതെ മേശമേൽ കരം നീട്ടുന്നതുകൊണ്ട് മരണം വ്യാപരിച്ചവരുണ്ട്. And there are people seated over here that in whom a spiritual death has taken place because you have participated in the Lord's table in an unworthy manner. സഭ കേട്ടിട്ടും പ്രസംഗങ്ങൾ കേട്ടിട്ടും ഉപദേശം കേട്ടിട്ടും തങ്ങളെ തന്നെ ക്രമീകരിക്കാതെ ദൈവകൃപയിൽ നിന്ന് അകന്ന്, പക്ഷെ സഭയിൽ വരുന്നുണ്ട്, അകന്ന് ഹല്ലേലൂയ യാത്ര ചെയ്യുന്നവരുണ്ട്. After hearing so many messages, after hearing so many sermons and exhortations, you are still walking away from the Lord. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാക്കളെയും സന്ധി മജ്ജകളെ വരെ വേർതിരിക്കുന്ന ദൈവവചനമാണ്. But as you hear the word of the Lord, this is the word that cuts through every sinew, every heart, and lays it bare before the presence of God. ഒരു ശിക്ഷ പോലും വരാതെ മാനസാന്തരപ്പെടുന്ന ദൈവജനങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I praise the Lord for the ones upon whom there is no condemnation and are saved in the presence of ഒരു God. ശിക്ഷാവിധി വരുന്നതിന് മുമ്പേ ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയുവാൻ, And before the day of judgment comes, turn to the Lord. എല്ലാ മരണത്തിന്റെ വാസനകളും സഭയെ വിട്ട് പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Let every presence of death move away from the church of God. പ്രാർത്ഥിക്കുന്ന ആർമികൾ എഴുന്നേൽക്കട്ടെ. Let praying armies arise. നിലവിളിക്കുന്ന ആർമികൾ എഴുന്നേൽക്കട്ടെ. Let interceding army arise. വർഷിപ്പ് ലീഡേഴ്സ് എഴുന്നേൽക്കട്ടെ. Let worship leaders arise. മിനിസ്ട്രി ലീഡേഴ്സ് എഴുന്നേൽക്കട്ടെ. Let ministry leaders arise. ഒരു സൈഡിൽ നിന്ന് സഭ പണിയുന്നവർ എഴുന്നേൽക്കട്ടെ. Let builders who build church up arise. ഇത് ദൈവവചനമാണ് സംസാരിക്കുന്നെന്ന് ബോധ്യമുള്ളവർ മാത്രം കരങ്ങളെ അടിച്ചുകൊണ്ട് എല്ലാവരും അല്പനേരം കരമടിച്ച് ദൈവത്തിന്. If you are convinced this is the word of God, worship the Lord by clapping your hands. കരമടിച്ചുകൊണ്ട് ദൈവമേ, Hallelujah. എന്റെ ദൈവമേ, Thank you, Lord. എന്റെ ദൈവമേ, My God. എന്റെ ദൈവമേ, My God. Hallelujah. സ്തോത്രം. Amen. ഇവിടെ മരിച്ച സംഭവം നമ്മൾ നോക്കുമ്പോൾ ഒരു തലമുറയാണ് നഷ്ടപ്പെട്ടത്. And when you look at the death that has occurred, it's a generation that is being lost. അടുത്ത തലമുറ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The next generation is being lost. പക്ഷേ എനിക്കതല്ല ഇവിടുന്ന് പറയുവാനുള്ളത്. ഇന്ന് സ്നാനപ്പെടുവാൻ ചില കുഞ്ഞുങ്ങൾ എഴുന്നേറ്റെങ്കിൽ ഓർത്തോണം, നമ്മുടെ മധ്യം തന്നെ ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. But let me tell you, for the ones who have stood up for baptism, God is raising people from among us. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? സഭകൾ മുരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ When churches are growing down, നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും ജനനത്തിന്റെ അനുഭവങ്ങളിലേക്ക് വരികയാണ്. God is leading our children into a life of പല regeneration. സ്റ്റേജുകളിലും ചെറുപ്പക്കാർ മാറി നിൽക്കുമ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് പാടുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി.
stages where many young lives would move away, I am glad to see young people coming and praising the Lord. ഞാൻ AG ഡാലസ് ചർച്ചിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം I praise the ചെയ്യുകയാണ്. Lord for AG Dallas Church. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. I want to encourage you. നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. I want to strengthen you. ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിനായി ഒന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord because God is raising his people? കർത്താവിന്റെ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ഓ ഹല്ലേലൂയ ഓ ഇവിടെ അതിന്റെ ഫലം കാണുന്നുണ്ടോ? ഉണ്ടല്ലോ. കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. If you're doing good works for the Lord and if you're seeing the fruit, praise be to God. അടുത്തൊരു തലമുറയെ നഷ്ടപ്പെടുകയാണ്. But the next generation is being lost. കോൺഫിഡൻസ് ഇല്ലാത്തൊരു തലമുറ. A generation without confidence. നമുക്ക് കറക്റ്റ് ചെയ്യുവാൻ കഴിയാത്തൊരു തലമുറ. A generation that cannot be corrected. പക്ഷേ ഈ തലമുറയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ പേരൻസിനെ പറ്റി പറയുന്നില്ല, പക്ഷേ അവളെ ടേക്ക് കെയർ ചെയ്തൊരു സഭയെ പറ്റിയാണ് ഇവിടെ കാണുന്നത്. And the generation about which we read over here, we don't read about her parents, but about the church that took care of her. അവളുടെ പേരന്റായി നിൽക്കുന്ന ഒരു സഭയാണ് ഇവിടെ കാണുന്നത്. Here is a church that is standing for her as her parents. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? സഭയിൽ അങ്ങനെയുള്ളവരുണ്ട്. There are certain people in the church in similar manner. സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ട്. There are some people who have lost the love of the mother. പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ട്. Lives that have lost the love of the father. ഓ ഹല്ലേലൂയ തലമുറയുടെ സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ട്. There are people who have lost the love of their children. സഭ അവർക്ക് പകരമായി നിൽക്കട്ടെ. Let the church stand in the gap for them. Hallelujah. ഒന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? സഭ നിൽക്കുകയാണ്. We are standing together. മാതാവില്ലാവർക്ക് മാതാവായിട്ട്. For those who don't have a mother as mother. യഥാർത്ഥത്തിൽ AG ഡാളസിലെ ഒരു സഭായോഗം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പറയണം എനിക്ക് അവിടെ പിതാവിന്റെ സ്നേഹം കിട്ടുന്നുണ്ടെന്ന് പറയണം. And as we go back from worship, let people say, I receive a fatherly love over there. പ്രസംഗത്തിലൂടെ അല്ല കിട്ടുന്നത്. It is not through sermons. ഓ അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുകയാണ്. It is manifested through actions. ഒന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്താൽ. Can we praise the Lord? Can we praise the Lord this morning? Can we clap our hands and praise the Lord? Hallelujah. Amen. ഇവിടെ ഒരു തലമുറയുടെ നഷ്ടത്തെ നികത്തുവാൻ സഭ എടുത്തൊരു സ്റ്റെപ്പിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. In order to fill a gap because of the loss of a generation, here is a step that the church is taking. നമ്മുടെ കുറവ് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. If we confess our shortcomings before the Lord, God will take care. പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. Often we are unable to do that. നമ്മുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഓ ഹല്ലേലൂയ ക്യാരക്ടർ മറ്റുള്ളവരോട് പ്രയർ പറയാൻ നമുക്ക് അങ്ങോട്ട് സമ്മതിക്കത്തില്ല. And often our dignity, often our ego prohibits us from sharing what is going on in our life. ആത്മീയ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ സ്വയമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. In spiritual life, we are not called to be self-reliant. We need to confess our weakness and come to the presence of God. ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അവിടെ അഭിമാനം നോക്കരുത്. Do not look at pride over there. അവിടെ ഡിഗ്നിറ്റി നോക്കരുത്. Do not look at self-dignity over there. സഭയിൽ വരുമ്പോൾ പൊസിഷൻ നോക്കരുത്. When you come to church, do not look at positions. ഹല്ലേലൂയ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നൊന്നും നോക്കരുത്. Do not think about what standard or what level are you at. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കുറവുണ്ടെന്ന് കണ്ടെത്തിയാൽ അവിടെ പരിഹാരമുണ്ട്. But let us put aside all of that and seek what is truly needed, and we will find the solution from the Lord. ഈ സഭ കണ്ടെത്തി അവിടെ ഒരു കുറവ് വന്നെന്ന് കണ്ടെത്തി. And the church found that there is a gap. ആ ലീഡർഷിപ്പിന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഓ ഹല്ലേലൂയ അവർക്കൊരു പ്ലാൻ ചെയ്യാമായിരുന്നു. മരിച്ചു അടക്കപ്പെട്ടു അടക്കി തിരിച്ചു വരുന്ന ശുശ്രൂഷയായിരുന്നു അവർക്ക് ചെയ്യാൻ ഒക്കുന്നത്. The church could have done one thing, which is she is dead, we will bury her, we will conduct her funeral, and that could have been a ministry. ചിലർ പറയും പാസ്റ്റർ റിസ്ക് എടുക്കണോ? And some would say, Pastor, why do we take a risk? ഈ കാലത്ത് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുവോ? Can God work in this age? നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? Let me ask you a question. Let me see what would be your answer. ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അന്ന് ബോർഡ് ഒരു തീരുമാനമെടുത്തു 2 പേരെ അയക്കാൻ. There the church decided to send 2 people. സഭ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. The church is going to see the miracles of God. ഒന്ന് ദൈവത്തെ ഒന്ന് സ്തോത്രം. നീ കടന്ന്
ഒരു സാധാ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പനിയൊക്കെ പോകാം. And if we have a simple faith, we would overcome sickness. ഒരു കംഫർട്ട് ദൂതൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാം. And we can give a comforting message and sit down. പക്ഷേ ആത്മീക മരണങ്ങൾ സംഭവിക്കുമ്പോൾ When spiritual death is taking place, എത്തിച്ചേരുവാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണ faith പോരാ. the place where we can overcome with our ordinary faith, we need to have greater faith. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ If the church has extraordinary faith, that's the only way you will stand. പെന്തക്കോസ്ത് സമൂഹത്തിനോടുള്ള ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ഇന്നലെ നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ചുപോലെ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ചെറുത് ചെയ്യുവാൻ ഒക്കത്തുള്ളന്നേ. And if we are able to believe like our forefathers did, that's the only way we can do what God truly wants from us. ഇന്ന് കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ മെസ്സേജ് ആയിരുന്നല്ലോ എനിക്ക് ദൈവം തന്നെന്നുള്ളത്. ആത്മീയ കൃപാവരങ്ങളിൽ വ്യത്യാസമുള്ളവരെ ദൈവം നമ്മുടെ മധ്യ വച്ചിട്ടുണ്ട്. And as the man of God was speaking this morning, I was praising God because a similar message was given to me. God has put different people with different gifts in the church. ഞാൻ കുറവുള്ളിടത്ത് നിൽക്കുവാൻ ചില അപ്പോസ്തലന്മാരെ ദൈവസഭയിൽ വെച്ചിട്ടുണ്ടെന്ന്. Where I lack, God has ordained someone else to stand in place for me. ഓ ഹല്ലേലൂയ. ചില റെസ്ക്യൂകൾ നടക്കേണ്ട സമയത്തേക്ക് സഭ വന്നിരിക്കുകയാണ്. Church has come to a position where sudden rescue needs to take place. ഓ റഖല ബാബാ. Amen. സഭ അർജന്റ് സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ്. Church is in a situation of urgency. സഭ ഇന്ന് വന്നിരിക്കുന്നത് അർജന്റ് സിറ്റുവേഷൻ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ വിശ്വാസം പോരാ. We are in a place of urgency, and if we need to overcome simple faith. സ്വത്രം. ഇനി പല മരണങ്ങളും നടക്കുവാൻ പാടില്ല. Many deaths should not take place. അത് ദൈവം ചെയ്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. And do not say this is done by the Lord. നമ്മൾ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, If we are willing to bend our knees, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, if we are willing to pray, ഒരു ആ സഭയോ ഈ സഭയോ ഒന്നും നോക്കരുത്. we should not look at that church or this ഇത് church. ദൈവസഭയുടെ വിഷയമാണ്. This is the subject of the Lord. ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത് ഗ്ലോറിയസ് ലൈഫ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്നത് പോലെ ഞാൻ ശുശ്രൂഷിക്കുന്നത്. I am standing and ministering in a similar way as I do back at my church. എന്റെ മാതൃസഭയിൽ ശുശ്രൂഷിക്കുന്നത് പോലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. I am ministering in a similar way as I often do and always do. ഒന്നും നേടുവാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. Not to receive anything. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ദൈവസഭയെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം കാണുന്നത്, ഓ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ പ്രതിഫലം തരുന്ന ദൈവം എനിക്ക് പ്രതിഫലം തരുവാൻ തക്കവണ്ണം ഇടയായി തീരൂ. And as I minister before you, I will receive the reward from heaven. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. There are many different gifts. എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടില്ല. And God has not given everything to everyone. പക്ഷേ അതിനൊരു ഉത്തരമായിട്ട് ഇവർ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം നടക്കാണ്. പത്രോസ് എവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലായി. ഒന്ന് ദൈവത്തെ സ്തോത്രം Here is one thing that is taking place. They know where Peter is. ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? സഭയിൽ ചില അപ്പോസ്തലന്മാരെ ആക്കിയിട്ടുണ്ട്. God has ordained certain apostles in the സഭയിൽ church, ചില പ്രവാചകന്മാരെ ആക്കിയിട്ടുണ്ട്. certain prophets in the church, ചില കൗൺസിലേഴ്സിനെ ദൈവം ആക്കിയിട്ടുണ്ട്. certain counselors in the church. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കത്തില്ല. We cannot do everything on our own. നിന്റെ വീട്ടു പ്രാർത്ഥനയെ തീരാത്ത കാര്യങ്ങളെ സഭയെ ദൈവം ക്രമീകരിക്കും. And what cannot be done in house meetings would be done in church. സഭയിൽ ക്രമീകരിക്കുവാൻ കഴിയാത്തത് ദൈവം ദേശത്തിന്മേൽ അധികാരമുള്ള ദൈവദാസന്മാരിലൂടെ ദൈവം അത് ചെയ്യിപ്പിക്കും. What cannot be done through church will be given to people who are in ministry positions in the land. ഇത് ഞാൻ ഇന്ന് പകലിൽ കർത്താവിന്റെ ദാസന്മാർ അത് അവരെ പറയാൻ വേണ്ടിയല്ല, സഭയ്ക്ക് നീടായിട്ടുള്ള ആവശ്യത്തിന്റെ സ്ഥലത്തേക്ക് ദൈവസഭയെ ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. And God has brought us to a place of need, and God is filling those gaps. സ്തോത്രം. Amen. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാണ്. Lydda is near Joppa. സ്തോത്രം. Amen. ദൈവപ്രവൃത്തി നിന്ന് അകന്നല്ല നിൽക്കുന്നത്. ഇന്ന് സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. Works of the Lord are not far from you. You will see the works of the Lord manifesting in the church. ഇന്നും സഭയിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോയി ഞാനത് വിശ്വസിക്കുകയാണ്. I believe that the works of the Lord will be revealed in the church. മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് വാക്കുകൾക്ക് പരിമിതി വരുമ്പോൾ ഞാനും നിങ്ങളും ഹൃദയത്തിൽ വിശ്വസിച്ച ദൈവപ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. There are limitations to what we speak, but if we give ourselves to the presence of the Lord, we will see the glory of God. ഇവിടെ രണ്ട് കാര്യം ചേരുന്ന സ്ഥലമാണ് നമ്മൾ കാണുന്നത്. Here are two things coming together. ഒന്ന് സൽപ്രവൃത്തി, One, good works. അടുത്തത്
വിശ്വാസത്തിന്റെ അപ്പോസ്തലത്വം. Second, faith and apostleship. ഇത് രണ്ടും വേണം. Both are needed. ഇത് രണ്ടും വേണം. Both are needed. ഒരു സൈഡിലൂടെ സഭയെ ദൈവം വചനത്തിലൂടെ പ്രിപ്പയർ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുക. On one hand, God is preparing the church through the word. ഒരു സൈഡിലൂടെ ദൈവം അപ്പോസ്തലിക് ശുശ്രൂഷയിലൂടെ ദൈവം സഭയെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. And on the other side, God is holding the church up through apostolic ministry. ഇന്നിവിടെ കേൾക്കുന്ന ദൈവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ള ദൂതെന്താന്ന് ചോദിച്ചാൽ ചില ഉയർപ്പുകൾ ദൈവസഭയിൽ നടക്കാൻ പോവുകയാണ്. The message that I want to give you is certain resurrections need to take place in the ഞാൻ ഈ church. പറഞ്ഞ മെസ്സേജ് ചിലർക്ക് ആണി അക്ഷരം പോലെ പതിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചില ഉയർപ്പിന്റെ ദിവസങ്ങളായി ചിലപ്പോൾ ഇന്ന് പകലായിരിക്കാം നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഈ മെസ്സേജിന്റെ ഒരു റിഫ്ലക്ഷൻ നാളെ ആയിരിക്കാം നടക്കാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ. നമ്മൾ മുട്ടുമടക്കിയ ദൈവത്തിന്റെ അത്ഭുതം ഒന്ന് വേറെ വെളിയിൽ നിന്നൊന്നും ആരെയും കൊണ്ടുവരണ്ട. ഇവിടെ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തട്ടെ. I know the message is speaking to some of you this morning, and it is working literally right now in your life. There needs to be a resurrection that needs to take place in your spiritual life. Come back to the heart of ഒന്ന് God. കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തട്ടെ. Amen. Can we praise the Lord? ഇവിടെ ഈ മരണം നമ്മൾ കാണുകയാണ്. We see a death here. പക്ഷേ 2 അധ്യായം കഴിഞ്ഞപ്പോൾ വേറൊരു മരണം കാണുകയാണ്. But after two chapters, we see another death. അവിടുത്തെ മരണം അപ്പോസ്തലന്റെ മരണമാണ്. And over there, we see the death of the apostle. അവിടുത്തെ മരണം യാക്കോബ് അപ്പോസ്തലന്റെ മരണമാണ്. There we see Apostle James being put to death. പക്ഷേ ഇവിടെ മാറി സംഭവം എന്നാ ചോദിച്ചാൽ ദൈവമക്കൾ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അപ്പോസ്തലന്റെ മരണത്തെ പോലും മാറ്റി എഴുതുവാനിടയായിത്തീർന്നു. But when the church came together and prayed earnestly, the death of the apostle was also moved. ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഓ ഹല്ലേലൂയ, സഭയിൽ ഏറ്റവും ചെറിയ വ്യക്തിക്കും അപ്പോസ്തലനും പ്രാർത്ഥന ആവശ്യമാണ്. And the truth is, the smallest person in the church and the greatest apostle in the church, they both equally need prayer. എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്. I need prayer. ഞാൻ സൂപ്പർമാൻ അല്ല. I'm not a superman. ഓ ഹല്ലേലൂയ, ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ സൂപ്പർമാൻ അല്ല. None of the ministers are superman. നിങ്ങൾക്ക് അവരുടെ മുഖത്തിലേക്ക് നോക്കിയാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. They cannot do anything on their own. പക്ഷെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്, But the power of the Holy Spirit that is at work in us. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് I വിശ്വസിക്കുന്നു. believe God will work through what has given to us through His word. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Can we praise the Lord? ഒന്ന് കർത്താവിനൊന്ന് സ്തോത്രം Can we ചെയ്താട്ടെ. praise the Lord? കരങ്ങളെ അടിച്ച് അല്പനേരം കർത്താവിന് Can we നന്ദി clap our പറഞ്ഞാട്ടെ. hands and praise the Lord? കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Can we thank the Lord? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. Praise the Lord. Amen. ദൈവസഭയ്ക്ക് ദൈവം ഏൽപ്പിച്ച ദൂത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. From death to life is the message this morning. തകർന്ന ഓട അവൻ ഓടിച്ചു കളയുകയില്ല. A broken reed he will not throw away. പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയുകയില്ല. A smoking flax he won't quench. ദൈവപ്രവൃത്തി ഇന്ന് സഭയിൽ നടക്കാൻ പോകുന്നത് ഓർത്തുകൊണ്ട് എല്ലാവരും അല്പനേരം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, I praise God for the work that God will do among us. ദൈവസഭയെ അടിയൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന I കർത്താവേ, bless this church this morning. തലമുറയുടെ മരണങ്ങൾ മാറട്ടെ കർത്താവേ. May the death of children move away. അപ്പോസ്തലന്മാരുടെ മരണങ്ങൾ മാറട്ടെ പിതാവേ. May the death of apostles move away. സഭ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കൃപ കൊണ്ട് ദൈവം നിറയ്ക്കുന്നതിനായി നന്ദി. May grace be poured out of the church to arise and stand for God. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Thank you for listening to our prayers in the name of Jesus. അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ഇവിടെയുള്ള ദൈവസഭയുടെ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.